ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ബേക്സിയോൺ ഒരു സ്പോക്സ് പേഴ്സൺ ആണ്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ ഹീജുവിൻ്റെ അടുത്തേക്ക് നല്ല ഹൈ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടാണ് ഇവൻ വന്നത്. അതെങ്ങനെയാണെന്ന് കേട്ടോ ഈ ഒരു സീനിൽ കാണിക്കുന്നത്. ആ ഒരു ടൈമിൽ ഇവൻ നിൽക്കുന്നുണ്ടായിരുന്നത് മരിച്ചുപോയ പട്ടാളക്കാരുടെയൊക്കെ മെമ്മോറിയലിൻ്റെ അവിടെയായിരുന്നു. മെമ്മോറിയൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇവനേക്കാളും ഹയർ പൊസിഷനിലുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മെമ്മോറിയലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് സിൽവർ കെയർ ഹോസ്പിറ്റലിൽ നിന്ന് ഇവനൊരു കോൾ വരുന്നത് കേട്ടോ. നാജിൻജിയോൾ മിസ്സിംഗ് ആണ്, ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ ഇവനെ കോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീജുവിൻ്റെ അച്ഛൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. ഇവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഇവനേക്കാളും കുറച്ചുകൂടെ ഒഫീഷ്യൽ പവർ ഉള്ള ഒരാളാണ്. അവൾ വന്ന വഴിക്ക് ഇവൻ പറയുന്നുണ്ട് ഇയാളോട്, അതായത് ഞാൻ പോവുകയാണ്, എൻ്റെ ഫാദർ ഇൻ ലോ ആയിട്ടൊരു ഇഷ്യൂ എന്തോ ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയാണ്. അപ്പോൾ ഇങ്ങേരാണ് ഇവനോട് പറയുന്നത്, എന്നാൽ ഒഫീഷ്യൽ വണ്ടിയിൽ പൊക്കോളൂ, അങ്ങനെയാകുമ്പോൾ സെക്യൂരിറ്റിയും കിട്ടും, അത്യാവശ്യം പെട്ടെന്ന് തന്നെ അവിടെ എത്താനും പറ്റുമെന്ന് പറയാണ്. അങ്ങനെയാണ് നല്ല ഹൈ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് ഇവൻ നമ്മുടെ ഹീജ് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു അത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇവൻ ഹീജുവിനെ അവിടെ കാണുകയാണ്. ഈ രണ്ട് പോലീസുകാരോടും ബേക്സിയോൺ പറയുന്നുണ്ട്, ഞാൻ പേഴ്സണലി വന്ന് റിപ്പോർട്ട് ചെയ്യാം ഈ ഒരു കാര്യം എന്ന് പറയാണ്. അതുവരെ ഈ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട് വെക്കണം, അതായത് നമ്മുടെ ഹീജു വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അച്ഛൻ്റെ കാര്യം അങ്ങനെയുള്ള എല്ലാം തന്നെ പ്രൈവറ്റായി വെക്കണം എന്ന് പറയാണ്. ഇതിലത്തെ നമ്മുടെ പോലീസ് അങ്കിളാണെങ്കിൽ സ്പോക്സ് പേഴ്സണെ കണ്ട ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ സാറിന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രൈവറ്റായി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറയാണ്. എന്നിട്ട് കാറിൽ കയറിയതിന് ശേഷം നമ്മുടെ ഹീജുവിനോട് ബേക്സിയോൺ പറയാണ്, നിൻ്റെ അച്ഛൻ്റെ നേഴ്സിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് അറിഞ്ഞത്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയായിരുന്നു, നീ എന്തായാലും അച്ഛൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അച്ഛനെ വേറെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറയാണ്. ഇവനിത് പറഞ്ഞു കഴിയുന്നതോട് കൂടി നമ്മുടെ ഹീജു ആണെങ്കിൽ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. ഇത്രയും നാൾ അടക്കി പിടിച്ച എല്ലാ സങ്കടവും ഉണ്ട് കേട്ടോ ആ കരച്ചിലിനിടയ്ക്ക് ഇവളുടെ ശബ്ദം വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോഴാണ് ഇവനൊരു കാര്യം അറിയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അതായത് നമ്മുടെ ഹീജുവിന് നോയ്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവൻ അറിയില്ലായിരുന്നു. ഇവനാണെങ്കിൽ ഹീജു ക്യാൻ മേക്ക് നോയ്സ്, അവൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും ഹീജുവിന് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കേർച്ചീഫ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക്. കേർച്ചീഫ് കിട്ടുമ്പോൾ നമ്മുടെ ഹീജു കരച്ചിൽ നിർത്തുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, കരച്ചിൽ നിർത്തുമൊന്നും വേണ്ട, നിനക്ക് എന്തോരം കരണമെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് കരഞ്ഞോ, കുഴപ്പമില്ല എന്ന് പറയാണ്. കേട്ട ഉടനെ നമ്മുടെ ഹീജു ആ കേർച്ചീഫ് കൊണ്ട് അവളുടെ മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് ഇരുന്ന് വീണ്ടും കരയാണ് കേട്ടോ. ഈ സീനിൽ നമ്മുടെ നായൂരിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവളാണെങ്കിൽ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചീനോട് കുറച്ച് സംസാരമൊക്കെ പറഞ്ഞതിന് ശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം അവൾ സീറ്റിലേക്ക് ഇരിക്കാൻ പോകുമ്പോഴാണ് വേറൊരാൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത് കേട്ടോ. ഇവൾ ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വേറെ ആരുമല്ല, ജിസാങ്കു ആണ് കേട്ടോ. അവനും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ജിസാങ്കുവിനെ കണ്ടതും അവൾ അവൻ്റെ അതേ ടേബിളിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് നല്ല തമാശയിൽ പറയണോ, എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാവല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ അവൾ തന്നെ സ്വയം പറയുന്നുണ്ട്, ഞാനൊരു തമാശ പറഞ്ഞതാന്ന് പറയാണ്. അവൾക്ക് കഴിക്കാനായിട്ട് ഒരു 2-3 ടൈപ്പ് ഫുഡ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ജിസാങ്കു ചോദിക്കുന്നുണ്ട്, വലിയ ഫീസ്റ്റ് തന്നെയാണല്ലോ ഇന്നെന്ന് ചോദിക്കുക. ആയുരിയും പറയുന്നുണ്ട്, അന്ന് ആ ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൽ പോയിരുന്നിട്ട് തീരെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, ഫുഡ് എനിക്കൊന്നും ആയില്ല അന്ന് കഴിച്ചതെന്ന് പറയുക. അവനും പറയുന്നുണ്ട്, ടൈം കളയണ്ട, കഴിച്ചോ എന്ന് പറയാണ് കേട്ടോ. ഉടനെ തന്നെ നായുരി അവൻ ഓർഡർ ചെയ്ത ഐറ്റം എടുക്കാൻ പോവാണ് കേട്ടോ. അവനാണെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ എടുക്കാനായിട്ട്. അവൾ ചെറുതായിട്ടൊന്ന് മുഖമൊക്കെ പോകുന്നുണ്ട്, എങ്കിലും അതൊക്കെ മാറ്റിയിട്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് ആരോടാ സീക്രട്ടായിട്ട് ക്രഷുള്ളതെന്ന് എനിക്കറിയാം, അത് ഹീജു അല്ലേ എന്ന് ചോദിക്കുകയാണ്. സാങ്കു ആണെങ്കിൽ ഇത് കേട്ടോട് കൂടി കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമൊക്കെ അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുക കേട്ടോ. നായർ ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, എനിക്ക് അന്നേ തോന്നിയിരുന്നു നിനക്ക് അവളോടെ ക്രഷ് ഉണ്ടെന്ന്. ജിസാങ്കു അവളോടും ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ സ്പോക്സ് പേഴ്സൺ ബേക്സിയോണിൻ്റെ ഇത്രയും വലിയൊരു ഫാനായി മാറിയ നീ എന്ന് ചോദിക്കുകയാണ്. നായൂരി അപ്പോൾ അവനോട് മുൻപുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറയുകയാണ്. അതായത് നമ്മുടെ ബേക്സിയോൺ ഒരു സ്പോക്സ് പേഴ്സണായി അപ്പോയിൻറ്റഡ് ആവുന്നതിന് മുൻപ് ഇവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ ഇവളാണെങ്കിൽ ഈ HBCയിലത്തെ ഒരു പുതിയ റിക്രൂട്ടറാണ്. മൈക്രോ പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ ഇവൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവൻ്റെ മുമ്പിൽ. ഇവനാണെങ്കിൽ ഇവളോട് തിരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് പ്രോപ്പർ ആൻസർ ഒന്നും ഇവളുടെ കയ്യിലില്ല. ഇവൾ പറയുന്ന ആൻസേഴ്സ് ഒന്നും പോരാ, ഇവൾ തീരെ പ്രിപ്പയർഡ് അല്ല എന്നാണ് അവൻ പറയുന്നത്. അവനാണെങ്കിൽ ആ ഒരു സീനിയോറിറ്റിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഇവളാണെങ്കിൽ നേരത്തെ ഓൾമോസ്റ്റ് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ഒരു നല്ല കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് വീണ്ടും ഇവൻ്റെ മുമ്പിൽ പോയി പെടണം കേട്ടോ. അവനാണെങ്കിൽ അവളോട് പറയുന്നുണ്ട്, നാളെ തൊട്ട് 2 മണിക്ക് ഇവിടെ എത്തണം എന്ന് പറയാണ്. അപ്പോൾ ഇവളാൾക്ക് ഷോക്ക് വേണം, എന്ത് പുലർച്ചെ 2 മണിക്കോ ഇവിടെ ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബേക്സിയോൺ പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അത് വീട്ടിലിരുന്നാൽ ശരിയാവില്ല, ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് തന്നെ ചെയ്യണം എന്ന് പറയാണ്. അതായത് നമ്മുടെ നായൂരിനെ ഇവൻ പേഴ്സണലി ട്രെയിൻ ചെയ്യാണ്. കാരണം ഇവൾ ഇവിടുത്തെ പുതിയൊരു എംപ്ലോയി ആണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇവൻ്റെ ഉപദേശമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവൻ്റെ വലിയൊരു ഫാനായി മാറുകയാണ്. ഇവൾക്കാണെങ്കിൽ ഫസ്റ്റൊക്കെ ഇവനെ ഭയങ്കര പേടിയായിരുന്നു, തീരെ ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. നായുരിക്ക് ബേക്സിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു കൊളീഗാണ്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇവൻ ജോബ് നിർത്തി, പെട്ടെന്ന് തന്നെ സ്പോക്സ് പേഴ്സണായി അപ്പോയിൻമെൻറ്റ് കിട്ടി, പിന്നെ അവൻ്റെ കല്യാണവും കഴിഞ്ഞു.
ബേക്സിയോണിനോട് ഇവൾക്ക് റൊമാൻറ്റിക്കലി എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടായിരുന്നോ എന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സാങ്കു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല ആരെ അവൻ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ചുറ്റും നോക്കിയിട്ട് മെല്ലെ പറയുകയാണ് അവനോട്, ബേക്സിയോണിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി നല്ല ഇൻഫ്ലുവൻസ് ഉള്ളൊരു ഫാമിലിയാണ്. ബേക്സിയോണിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ പൊളിറ്റിക്കലി നല്ല പിടിപാടുള്ള ആളാണ്. അവൻ്റെ അച്ഛനാണെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്ന ആളാണ്. എൻ്റെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ മേയേഴ്സും മിനിസ്റ്റേഴ്സും ഒക്കെയാണ്. കല്യാണം കഴിച്ചിരിക്കുന്നതും ഇതുപോലെ നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. എന്നിട്ട് അവനോട് മെല്ലെ പറയുന്നുണ്ട്, ചങ്ബൂൺ ഡെയിലി ന്യൂസിൻ്റെ ചെയർമാൻ ഹോങ്ങിൻ്റെ മൂത്ത മകളെയാണ് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബേക്സിയോൺ ആണെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ട് ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് അവിടുത്തെ ഒരു റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അവളോടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ഫേസൊക്കെ വാഷ് ചെയ്ത് വരാനോ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഇവളോട് പറയുന്നുണ്ട്, ഇനി തൊട്ട് നമുക്കിടയിൽ കോൺവെർസേഷൻ വേണം. അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഇൻട്രൊഗേഷൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനും പറയുന്നുണ്ട് ഇൻട്രൊഗേഷൻ അല്ല എന്ന് പറയാണ്. സിയോൺ എന്നിട്ട് പറയുകയാണ്, ആരോ നമ്മളുമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഓഫീസ്, അന്നത്തെ കിഡ്നാപ്പിങ്, ഇപ്പം നിൻ്റെ അച്ഛൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് പകരം നീയാണ് വിക്ടിമെങ്കിൽ പോലീസ് ഡീപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെകയാൻ വേണ്ടി നിൽക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് നീ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ കണ്ണൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ആവുകയാണ്, ഇടറുകയാണ്. എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ അവന് മനസ്സിലാവുകയാണ്, ഓ അപ്പം നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്തായാലും പറയാനായിട്ട് ഞാൻ ഫോഴ്സ് ചെയ്യില്ല ഹീജു, നീ ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞാൽ മതി നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ. മാത്രമല്ല നമ്മൾ അത്രമാത്രം ക്ലോസ് അല്ലല്ലോ, നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാനും എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാനെന്ന് പറയാണ്. അപ്പോഴേക്കും ഡോർ ബെല്ല് റിങ് ആവുകയാണ് കേട്ടോ. അവിടെ ഇവൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഇവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ആ ഫുഡും കൊണ്ട് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഹീജുവിനോട് പറയുന്നുണ്ട്, നീ നന്നായി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം താഴേക്ക് വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഇവൻ്റെ കൂടെ ചെല്ലാൻ നിൽക്കുമ്പോൾ ഇവൻ വീണ്ടും പറയുന്നുണ്ട്, നീ ഓൾറെഡി ഷോക്കിലാണ്, ഇന്നത്തെ കാര്യം ആലോചിച്ചിട്ട് ആ ടെൻഷനൊക്കെ മാറട്ടെ, ഇല്ലെങ്കിൽ താഴേക്ക് വന്നാൽ നിൻ്റെ ടെൻഷൻ വീണ്ടും കൂടുകയുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഹീജു ആണെങ്കിൽ ഇവൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, ഇവളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഈ കാര്യമൊക്കെ നമ്മുടെ ഹീജു നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ബേക്സിയോൻ്റെ അച്ഛനെയും അമ്മേനെയാണ് കേട്ടോ. രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വൈഫ് പറയുന്നുണ്ട്, നിങ്ങൾ റിലാക്സ് ആകുമെന്ന് കാമാവെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു സാധാരണ ഡിന്നറായി തീരില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട്, മക്കൾ പാരൻസിനെ അനുസരിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും അനുസരിപ്പിക്കും, അടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എന്തായാലും അനുസരിപ്പിക്കും എന്ന് പറയാൻ കേട്ടോ അച്ഛൻ. സിയോനാണെങ്കിൽ അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പുറകിൽ നിന്ന് വേറൊരാൾ ഇവൻ്റെ ഫോട്ടോസ് കുറേ എടുക്കുന്നത്. അപ്പോൾ ഇവൻ എങ്ങോട്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അച്ഛനും അമ്മയും ഈ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്കാണ് വന്നിരിക്കുന്നത് ഇവനും. അവിടെ ഹീജുവിനോടും റെസ്റ്റ് കഴിഞ്ഞിട്ട് താഴേക്ക് വരാനാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ബേക്സിയോണ് ഒറ്റയ്ക്ക് കാണുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അവൾ എവിടെയെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, തീരെ സുഖമില്ല, റെസ്റ്റ് ചെയ്യാമെന്ന് പറയാണ്. അവളെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഫോൺ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ അനുസരിക്കുന്നൊന്നുമില്ല. സിയോൺ എന്നിട്ട് പാരൻസിനോട് പറയുകയാണ്, എനിക്ക് അധികം ടൈമൊന്നുമില്ല, 1 അവറേ ഉള്ളൂ, എന്താ പറയാനുള്ളത് വെച്ചാൽ വേഗം പറയുമെന്ന് പറയണം. ഇവിടെ ഹീജു ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ വഴിക്ക് ഫോൺ നോക്കുമ്പോൾ സമയം 8:11. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അച്ഛൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു TV ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവൻ പങ്കെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇലക്ഷനിൽ വോട്ട് കിട്ടാനുള്ള ചാൻസസ് ഒക്കെ കുറച്ച് കൂടും. അപ്പോൾ ഫിലിമിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവനോട് വരാൻ പറയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീജു അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ, റൂമിലേക്ക് ഡിന്നർ കഴിക്കാൻ. ആണെങ്കിൽ വന്ന് ഇരുന്നപ്പോൾ തൊട്ട് അച്ഛനാണെങ്കിൽ ഇവളോട് ഭയങ്കര റൂഡായിട്ട് മാത്രമേ ബിഹേവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് സാധാരണ ഒരു ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ പെറ്റ്സോ എന്തിനെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് പറയാനായിട്ട് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. മോൻ്റെ വൈഫിനെ കുറിച്ച് എനിക്ക് പബ്ലിക്കലി ഒന്നും പറയാനും കൂടി പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അച്ഛൻ ചെയർമാൻ ഹോങ് നമ്മളെ പറ്റിച്ച പോലെ തോന്നുന്നതെന്ന് പറയാണ്. ഈനേനെ തരാതെ ഒന്നിനും കൊള്ളാത്ത ഇവളെ നമ്മുടെ തലയിലിട്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബേക്സിയോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കോട്ട് എടുത്തിടുകയാണ് കേട്ടോ. എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾ ഒരു ക്യാമറ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇവൻ്റെ കയ്യിൽ. എന്നിട്ട് അവനത് അവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ ഒരാൾ ഇവൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഇവൻ ശ്രദ്ധിച്ചിരുന്നു. അത് ഇവിടുത്തെ സെക്യൂരിറ്റിനോട് ഇവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സെക്യൂരിറ്റി നേരെ ഇവൻ്റെ അടുത്തേക്ക് തന്നെ ഇവൻ പറഞ്ഞിട്ട് ക്യാമറ കൊണ്ടുവരികയാണ്. എന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ ക്യാമറ വെച്ചിട്ട് അവൻ ചോദിക്കുകയാണ്, സ്പോക്സ് പേഴ്സൺ ബേക്സിയോങ് അവൻ്റെ അച്ഛൻ്റെ കൂടെ ഡിന്നർ കഴിച്ചു. അച്ഛൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ മകനും പങ്കെടുക്കുമോ? ഈ ഒരു തലക്കെട്ടാണോ അച്ഛൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇവൻ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പ്രസിഡന്റ് ആവാനൊക്കെ ഇലക്ഷനിലൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും മുത്തച്ഛനുള്ളതാണ്. എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചടക്കേണ്ട, ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ വൈഫിനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ.
അപ്പോഴേക്കും ഇതൊക്കെ കേട്ടിട്ട് ഇവൻ്റെ അച്ഛന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് എടുത്ത് ഇവർക്ക് നേരെ എറിയുകയാണ്. ഹീജുവിൻ്റെ മേത്ത് ഈ വൈൻ ഗ്ലാസ് വന്ന് വീഴാതിരിക്കാൻ അവൻ പെട്ടെന്ന് തന്നെ ഹീജുവിനെ മാറ്റുകയാണ്. പിന്നെ അച്ഛനും മോനും കൂടി അവിടെ ഒരു ആർഗ്യുമെൻ്റ് ആണ് കേട്ടോ നടക്കുന്നത്. അച്ഛൻ എന്നിട്ട് മകനോട് പറയുന്നുണ്ട്, ഞാനില്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ മുമ്പിൽ നീ ആരും അല്ല എന്ന് പറയാണ്. അപ്പം മകനും തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു പൊസിഷനിലല്ല ഞാനിന്ന് നിൽക്കുന്നതെന്ന് പറയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇത്ര നാൾ കോൾ ചെയ്തത്, അതുപോലെ തന്നെ ഫയർ എക്സ്പ്ലോഷൻ നടത്തിയതൊക്കെ അച്ഛൻ്റെ ആ ഒരു ഇതാണോ എന്ന് ഇവനും ഡൗട്ട് ഇട്ടായിരുന്നു. കാരണം അച്ഛൻ ഏതറ്റം വരെ പോകും അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ചെറിയൊരു ആർഗ്യുമെൻറ്റിൽ നിന്ന് അച്ഛനല്ല ഇതൊക്കെ ചെയ്തതെന്ന് അവന് മനസ്സിലാവുകയാണ്, അവന് ക്ലിയർ ആവുകയാണ് അവിടെ. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ബേക്സിയോൻ്റെ അമ്മ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കഥ ചോദിക്കുകയാണ് കേട്ടോ. കാരണം ഒക്കെ കോളായി. എനിക്കറിയാം നിനക്ക് നിൻ്റെ മനസ്സിൽ എന്നിട്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമെന്ന്. നിൻ്റെ സിസ്റ്ററിന് പകരമാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. മാത്രമല്ല എൻ്റെ അച്ഛനമ്മ നിന്നെ ഓരോന്ന് പറയുമ്പോൾ നിനക്ക് തിരിച്ചു പറയാനായിട്ട് വോയിസും ഇല്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് പകരം വേറെ മക്കളെ കണ്ടെത്താൻ വരെ കഴിയുന്നവരാണ് എൻ്റെ അച്ഛനമ്മയും. അപ്പോൾ അവർ പറയുന്നൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതൊന്നും മനസ്സിലേക്ക് എടുക്കണ്ടെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ഹീജുവിനോട് റൂമിലേക്ക് പൊക്കോളാൻ പറയുകയാണ്. എന്നിട്ട് ഇവൻ നേരെ പാർക്കിനെ കോൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ പാർക്ക് പറയാണ്, നഴ്സിംഗ് ഹോമിൽ നിന്ന് കോൾ വന്നിരുന്നു, ആ പല്ലൊരു ആനിമലിൻ്റെ ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഇവൻ ആനിമലിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറുതായി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനോടൊരു പേഴ്സണൽ ഹെൽപ്പും കൂടി വേണമെന്ന് പറയാൻ കേട്ടോ പാർക്കിനോട്. ഹീജു ആണെങ്കിൽ നേരെ അവളുടെ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് ആ ഒരു 406ൻ്റെ മൊബൈൽ എടുക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഫോൺ ഒരു കവറിലിട്ട് വേസ്റ്റ് ബക്കറ്റിൽ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ ആ വേസ്റ്റൊക്കെ എടുത്ത് കളയാൻ പോകുമ്പോൾ അതേ നേരെ മുമ്പിൽ ബേക്സിയോൺ നിൽക്കുന്നു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാന്ന്. ഇവളാണെങ്കിൽ ഒരു തരിക്ക് വിടുന്നില്ല, അവൾ തന്നെ കളഞ്ഞോളാം പറയാണ്. അങ്ങനെ പെട്ടെന്ന് ഇവളുടെ ഫോൺ അടിക്കുമ്പോൾ ഇവൾ ആ ഫോണും എടുക്കാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ, ആ ട്രാഷും പിടിച്ചിട്ട്. കൊളീഗ്സ് ആണെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വിളിച്ചത്. ഇവൾക്ക് നാളെ സൈൻ ലാംഗ്വേജിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോവുകയാണ് പ്രസിഡൻഷ്യൽ ഓഫീസിൽ. അതിനൊരു ഗുഡ് ലക്ക് പറയാണ് കേട്ടോ. സൈഡിൽ നിന്ന് ഇവനും ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനും പറയുന്നുണ്ട്, ഞാനും എന്തായാലും നിന്നെ വിഷ് ചെയ്യുന്നു, ഗുഡ് ലക്ക് എന്ന് പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ ഫാമിലി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് പറയാണ്. അതായത് ഇവളുടെ ഫേസ് എല്ലാവരും കാണും, പബ്ലിക് അറിയും, ഇവൻ്റെ കൂടെ തന്നെ സ്ഥിരം വർക്ക് ചെയ്യും, ഇവൻ്റെ ഫാമിലി അതായത് ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അവൻ തിരിച്ച് പറയണം, എത്ര നാൾ നീ എൻ്റെ വീട്ടുകാർ പറയുന്നത് മാത്രം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമെന്ന് ചോദിക്കുകയാണ്. ഇവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്നൊക്കെ ആലോചിച്ച് ജീവിക്കണോ അതോ നിൻ്റെ ഇഷ്ടം പോലെ കുറച്ച് ഫ്രീഡത്തിൽ ജീവിക്കണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവൻ. എന്തായാലും ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടെന്ന് പറയാണ്. അവൾ അവനോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിക്കോ എന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് പാർക്കിൻ്റെ ഒരു മെസ്സേജ് ഇവന് വരുന്നത്. അപ്പോൾ വേറൊരു പുതിയ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇത് ഫുള്ള്. ഇത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പാർക്കിന് ഇവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഓക്കെയാണ്, നമുക്ക് ഇത് വെച്ച് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബേക്സിയോൻ്റെ ഓഫീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട്, നമ്മുടെ സ്പോക്സ് പേഴ്സൺ ഇന്നേ വരെ ഇത്രയും ലേറ്റായി വന്നിട്ടില്ലല്ലോ, എന്ത് പറ്റിയാണാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് നമ്മുടെ സ്പോക്സ് പേഴ്സൺ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. സ്പോക്സ് പേഴ്സൺ വന്ന വഴിക്ക് നമ്മുടെ പാർക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. തൊട്ട് പുറകെ മറ്റേ ആളും വരുന്നുണ്ട്. രണ്ടുപേരും ആദ്യം കയറാനായിട്ട് മത്സരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ നമ്മുടെ സ്പോക്സ് പേഴ്സൺ വിളിക്കുന്നത് പാർക്കിനെയാണ്. മറ്റവനാണെങ്കിൽ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർക്ക് പോയിട്ട് എല്ലാ ബ്ലൈൻഡ്സും ക്ലോസ് ചെയ്യാണ്. പാർക്ക് ബേക്സിയോനോട് പറയാണ്, വോയിസ് മോഡുലേഷൻ്റെ കാര്യം ഏകദേശം തീരുമാനമാവാറായി, അത് ഏകദേശം ഫൈൻഡ് ചെയ്യാറായി, ആ കഴിയുമ്പോൾ അറിയിക്കാമെന്ന് പറയാണ് കേട്ടോ. ജിസാങ്മൂവിനെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മുടെ പാർക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജിസാങ്കൂവിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഈ സോൾവ് ചെയ്യാത്ത ക്രൈം കേസസിനെ കുറിച്ചൊക്കെയാണ് അവൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ജിസാങ്കുവിൻ്റെ വീഡിയോസിൽ ഈ എക്സ്പ്ലോഷൻസൊക്കെ കാരണം ഉണ്ടാവുന്ന കേസസ്, അങ്ങനെയുള്ള ക്രൈംസൊക്കെ അവൻ അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ജിസാങ്കു HBCയിലാണ് കയറിയിരിക്കുന്നത്. ക്രൈം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോ HBCയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്സിയോനും ഓക്കെ എന്ന് പറയാണ്. ആർക്കും ഓഫീസിൻ്റെ പുറത്തിറങ്ങിയിട്ട് തൊട്ട് പുറകെ നമ്മുടെ അടുത്ത ആൾ വരികയാണ് കേട്ടോ. എന്നിട്ട് അവൻ ഇന്ന് നടക്കാൻ പോകുന്ന ഇൻ്റർവ്യൂസിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഇവന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ഹീജുവിൻ്റെ ആപ്ലിക്കേഷനും ഉണ്ട്, അതിവൻ കാണുന്നുണ്ട് കേട്ടോ. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹീജു വന്നിട്ടുണ്ട്. ഹീജു ആണെങ്കിൽ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് കേട്ടോ, ഇത് അറ്റൻഡ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തത് 24, 25, 26 എന്ന നമ്പേഴ്സിനെയാണ് അവർക്ക് അകത്തേക്ക് വിളിക്കുകയാണ് അവരെ 3 പേരെ. ഇവിടെ ഹീജുവിൻ്റെ നമ്പർ 24 ആയതുകൊണ്ട് ഫസ്റ്റ് അവളെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ലാംഗ്വേജിൻ്റെ പ്രാക്ടിക്കൽ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അതായത് ബേക്സിയോൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ക്ലിയർ ആയിട്ടും സ്പീഡിലുമാണ് സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റ് ചെയ്യണേന്ന് നോക്കുകയാണ്. ഹീജു ആണെങ്കിൽ പാർക്കിൻ്റെ വീഡിയോസ് വെച്ചിട്ട് ഒരുപാട് മുൻപ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ 2 മൈക്ക് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവുകയാണ് ഏത് വർഷത്തെയാണ് ഏതാണെന്നൊക്കെ.
അതുകൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജ് ഒക്കെ അവൾ നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ടും സ്പീഡിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ നമ്മുടെ ബേക്സിയോണും അവൻ്റെ ഓഫീസിലിരുന്ന് കാണുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ ഹീജു ചെയ്യുന്നതിൽ. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും ഇൻ്റർവ്യൂസ് കഴിയാണ്. അതായത് 24, 25, 26 എന്ന നമ്പേഴ്സിൻ്റെ. ആ ടൈമിലാണ് നമ്മുടെ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്ക് ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് അവൻ. അങ്ങനെ ബേക്സിയോൺ ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഓൾറെഡി ഹീജുവിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എന്തൊക്കെയോ തോന്നിയിരുന്നു, ഡൗട്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ കൂടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവനപ്പോൾ വന്ന വഴിക്ക് ഹീജുവിനോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം നോട്ട് ചെയ്തു. അതായത് വേറൊന്നുമല്ല, പല ടൈമിലും ഞാൻ പറയുന്നതിന് മുൻപേ നിങ്ങളത് സൈൻ ലാംഗ്വേജിൽ കാണിച്ചു. ഇന്ന് ഈ വീഡിയോ ആയിരിക്കും സ്ക്രീനിങ്ങിൽ നിന്നുള്ള ഇൻഫർമേഷൻ എങ്ങാനും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത്, അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ വീഡിയോസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുകയാണ്. എൻ്റെ എല്ലാ വീഡിയോസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എല്ലാ വീഡിയോസും യൂസ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ അപ്പർ ലിപ്സും നിങ്ങളുടെ ടങ്കും ലോവർ ലിപ്സൊക്കെ മൂവ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അതെ, ഇവൻ്റെ വേറെ കുറച്ച് വീഡിയോസ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എല്ലാത്തിനും കറക്റ്റായിട്ട് നല്ല ക്ലാരിറ്റിയിൽ എല്ലാം സൈൻ ലാംഗ്വേജിൽ കാണിക്കുന്നുണ്ട്. ബേക്സിയോനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്ത് വേറെ വീഡിയോസിലേക്ക് മാറ്റിപ്പിക്കുന്നുമുണ്ട് കേട്ടോ. ഹീജു ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഒന്നും പോവാതെ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ഈ ഹീജുവിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും ഇൻറ്റൻസ് ആയിട്ടാണോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീജു പറയുകയാണെങ്കിൽ ഐ വാസ് ക്രേസി എന്ന് പറയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ഗവൺമെൻറ് ജോബിൽ കയറണം എന്നായിരുന്നു ഇവളുടെ ഒരു ആഗ്രഹം. ഗവൺമെൻറ് ഓഫീസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ഇവൻ്റെ വീഡിയോസ് വെച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇവൻ്റെ അപ്പർ ലിപ്സ് മൂവ്മെൻറ്റും ടങ്കിൻ്റെ മൂവ്മെൻറ്റൊക്കെ കാണുമ്പോഴേക്കും ഇവൾക്ക് മനസ്സിലാവും അവൻ ആ വേർഡ് എന്ത് വേർഡാണ് അവൻ പറയാൻ പോകുന്നതിന് ഇവൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അവൻ പറയുന്നതിന് മുൻപ് ഇവൾ ആ വേർഡ് സൈൻ ലാംഗ്വേജിൽ കാണിക്കുന്നത്. അത്രമാത്രം പ്രാക്ടീസ് നമ്മുടെ ഹീജു ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റർ ആവാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോസ് എല്ലാം തന്നെ ഇവൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവരോട് പറയുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ്, അതായത് നമ്മുടെ സ്പോക്സ് പേഴ്സൺ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡോക്യുമെൻ്റ് വായിക്കാം. അതായത് ഇവൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ഇവൾക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ലൈവായിട്ടൊരു ഡോക്യുമെൻ്റ് വായിക്കാം. അപ്പോൾ അത് സൈൻ ലാംഗ്വേജിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ അവളോട്. അപ്പോൾ ഇവൻ വായിക്കുന്നത് ഒരു കപ്പിൾസിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ്. അത് 2 കപ്പിൾസ് ഉണ്ടായിരുന്നു. അവർ നല്ല മാരീഡ് ആയിരുന്നു. അത്ര ഹാപ്പി ലൈഫാണോ ചോദിച്ചാൽ അറിയില്ല. ബട്ട് പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, ട്രൈ ചെയ്തിരുന്നു. ഞാൻ ഈ പറയുന്നത് ഫുള്ള് ഏകദേശം ഇവരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഏകദേശം ഒരുപോലെയാണ്, ബിഹേവിയർ ഏകദേശം ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് വായിക്കുന്നത്. അവളാണെങ്കിൽ അത് കറക്റ്റായിട്ട് സൈൻ ലാംഗ്വേജിൽ ചെയ്യുന്നുമുണ്ട്. ഈ ഡോക്യുമെൻ്റൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവുകയാണ് ഇവൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇവനൊരു കാര്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇവൾ ഈ സ്പോക്സ് പേഴ്സൺ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന്. അവളാണെങ്കിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട്, സ്പോക്സ് പേഴ്സൺ അതായത് ബേക്സിയോണിനെ ഞാൻ പഠിപ്പിക്കാം സൈൻ ലാംഗ്വേജ്. ഭയങ്കര ഈസിയാണ് സൈൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട്. മാത്രമല്ല ഇവൻ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ പറയുന്നതെല്ലാം കറക്റ്റാണോ, ഇവൻ പറയുന്ന അതേ വേർഡ്സ് തന്നെയാണോ ഇവൾ സൈൻ ലാംഗ്വേജിൽ കാണിക്കുന്നത് എന്നൊക്കെ ഇവന് എൻഷുർ ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് ഇത്രമാത്രം ഇൻറ്റൻസ് ആയിട്ട് ഇവൾ പ്രാക്ടീസ് ചെയ്തിരുന്നോ. അവൾ അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവൻ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചിരിക്കുന്നുമുണ്ട്. ശരിക്കും നീ ആരാന്നാണ് അവൻ ചോദിക്കുന്നത്. അതായത് അവൾ അത്രയും നന്നായിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. അവൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവൾ. ഇങ്ങനെ ഇൻറ്റൻസായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ക്വാളിറ്റി വേണം. അതാണ് അവൻ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയെ എയർപോർട്ടിൽ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോങ് ഈനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോങ് ഹീജിന് ഒരു മെസ്സേജ് വരികയാണ് കേട്ടോ. അതായത് ഇവളുടെ അച്ഛൻ്റെ പുതിയ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സൊക്കെ ആയിട്ട് മെസ്സേജ് വരികയാണ്. അപ്പോൾ അവൾ ചെന്ന് നോക്കുമ്പോൾ നല്ല ലക്ഷറി ഹോസ്പിറ്റലാണ്, നല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ പെർഫ്യൂംസ് ഒക്കെ നല്ല ലക്ഷറി പെർഫ്യൂംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ ഇത് ആരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാണ്, നിങ്ങൾ 2 പേരും ഇനി പേടിക്കേണ്ട, നിങ്ങളെ 2 പേരെയും ഞാൻ നോക്കിക്കോളാം, ഒരു കാര്യം കൊണ്ടും പേടിക്കേണ്ട എന്ന് പറയാണ് കേട്ടോ. ഇത് നമ്മുടെ ബേക്സിയോൺ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോഴാണ് ഇവൾ അറിയുന്നത് ബേക്സിയോൺ ഇവിടെ വന്നിരുന്നു, അച്ഛനെ വിസിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ. എന്നിട്ട് അവൾ അച്ഛനോട് പറയാണ്, ചില സമയത്ത് അവൻ ഭയങ്കര വാമാണ്, ചിലപ്പോൾ ഭയങ്കര കോൾഡും, ചില സമയത്ത് ഭയങ്കര ഹാർഷ് അവൻ, പക്ഷെ ചില സമയത്ത് ഭയങ്കര കൈൻഡാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അവനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്, പക്ഷെ അങ്ങനെയല്ല, ഞാൻ അവനെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളിങ്ങനെ പറയാണ്. നെക്സ്റ്റ് സീനിൽ സൈൻ ലാംഗ്വേജിന് ഒരു ആളെ സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് സ്പെക്സ് വെച്ച ആളും അവൻ്റെ കൊളീഗ്സും കൂടിയിട്ട് ബെറ്റ് വെച്ചിരുന്നു കേട്ടോ. അതായത് ഇവന് ഹോങ് ഹീജുവിനെ ഇഷ്ടപ്പെട്ടോ, അതായത് അവളെ സെലക്ട് ചെയ്യാനാണോ താല്പര്യം അതേ അല്ലേ എന്നൊരു രീതിയിൽ അവർ ബെറ്റ് വെച്ചിരുന്നു. അപ്പം നമ്മുടെ ബേക്സിയോൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഇവന് കൊടുക്കുകയാണ്. എന്നിട്ട് ഹോങ് ഹീജുവിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും പറയുന്നില്ല കേട്ടോ.
സ്പെക്സ് ഇവനോട് പറയാണ്, എന്തായാലും ഹോങ് ഹേജു കൊള്ളാം, അവളെനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളത്രയും പാഷനേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അവളെന്ന് പറയാണ്. ഇവനിത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നായകനും പറയാണ്, ആ എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ടേക്സിയോൺ എന്നിട്ട് പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. അതായത് ഇവരുടെ ചൈൽഡ്ഹുഡിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ഫുഡ് ഫിഷിൻ്റെ ഒക്കെ ആയിരുന്നു. അത് ഇവന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ കഴിക്കാതെ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മ ഇവൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു പ്ലേറ്റ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, കഴിക്കാതെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ഗസ്റ്റിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാവുമെന്ന് പറയാണ്. അങ്ങനെ ഇവൻ ഒരു പീസ് എടുത്ത് കഴിക്കുകയാണ്. പക്ഷെ അമ്മ പോയതിൻ്റെ തൊട്ട് പുറകെ ഒരു ടിഷ്യൂ പേപ്പറിൽ തുപ്പിയിട്ട് അത് അവൻ കളയുകയാണ്. അപ്പോഴാണ് അവൻ വേറൊരു സീൻ കാണുന്നത് കേട്ടോ. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് അമ്മ വാങ്ങുകയാണ്. എന്നിട്ട് ഇമാതിരി വായിൽ കുത്തിക്കയറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചീത്ത പറയാണ് കേട്ടോ. അവളുടെ എൽഡർ സിസ്റ്ററിനെ കണ്ട് പഠിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവളോട്. പെൺകുട്ടിയാണെങ്കിൽ അപ്പോൾ അമ്മ കാണാതെ ഒരു പ്ലേറ്റ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോവുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ അപ്പോൾ തൊട്ട് പുറകെ ചെന്നിട്ട് അവളെയും വിളിച്ച് ആരും അധികം ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫുഡിൻ്റെ പ്ലേറ്റ് അവൾക്ക് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. കാരണം അന്നത്തെ ദിവസം അവൾ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല വിശപ്പുണ്ട് അവൾക്ക്. അപ്പോൾ ഫുഡ് കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി. ടേക്സിയോൺ അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് എന്താ പേരെന്ന്. അപ്പോഴാണ് അവളുടെ പേര് അവൻ്റെ കയ്യിൽ എഴുതി കാണിക്കുന്നത് കേട്ടോ, ഹോങ് ഹീജു. ഇവൻ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹോങ് ഹീജുവിൻ്റെ നിന്നൊരു മെസ്സേജ് വരുന്നത് കേട്ടോ. ഒരു താങ്ക്സ് പറഞ്ഞിട്ടാണ്. അച്ഛൻ്റെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് ഹോം മാറ്റിയല്ലോ, അപ്പോൾ അതിനൊരു താങ്ക്സ് പറയാണ്. ഇവൾ മെസ്സേജ് അയച്ച വഴിക്ക് അവൻ കാണുകയാണ് കേട്ടോ. അപ്പോൾ റീഡ് കണ്ടപ്പോൾ ഇവളാകെ എക്സൈറ്റഡ് ആവുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ കണ്ടല്ലോ എൻ്റെ മെസ്സേജ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഇവൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഈനയുടെ ഒരു പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അതിലൊരു പോസ്റ്റും ഉണ്ട്. പോസ്റ്റിൽ സൗത്ത് കൊറിയ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇവരുടെ നാടാണ് കാണിക്കുന്നത്. അത് കാണുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുകയാണ് ഈന തിരിച്ചെത്തിയെന്ന് കേട്ടോ. ഇനി കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ. അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവളുടെ കല്യാണം നടന്നല്ലോ, അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ പെട്ടെന്ന് അവളുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഈന ഡിസപ്പിയർ ആയി, അപ്പോൾ നീയാണ് ഇനി ബ്രൈഡ് എന്ന് പറയുകയാണ് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇവളെ ബ്രൈഡ് ആവണം, കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. ഇവളാണെങ്കിൽ ഈന ഇവിടുന്ന് ഡിസപ്പിയർ ആയി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സിസ്റ്ററിൻ്റെ റൂമിലേക്ക് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇടാനുള്ള ഡ്രസ്സ്, അതായത് സിസ്റ്റർക്ക് വേണ്ടി തയ്ച്ചിട്ടുള്ള വെഡ്ഡിങ് ഗൗണൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ചേച്ചി അവിടെ ഇല്ല. അപ്പോൾ ഇവളുടെ അമ്മ പറയുന്നുണ്ട്, ഫ്യൂച്ചർ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്കാണ് നീ പോകാൻ പോകുന്നത്, നീ ഹാപ്പി ആയിരിക്കണം, അത് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നതെന്ന് കേട്ടോ അമ്മ പറയുന്നത്. ഇവളുടെ കല്യാണത്തിൻ്റെ അന്ന് ബേക്സിയോൺ ഒരു വെഡ്ഡിങ് റിങ് ഇവളുടെ വിരലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു, ഇത് സൂക്ഷിക്കണം, ചിലപ്പോൾ ഇതിൻ്റെ റിയൽ അവകാശി വരുമ്പോൾ ഇത് ആ റിയൽ അവകാശിക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ഈ വെഡ്ഡിങ് റിങ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവൾ ഓടിപ്പോയിട്ട് ആ റിങ് എടുത്ത് നോക്കുകയാണ്. നെക്സ്റ്റ് സെക്കൻഡിൽ അവൾ ഒന്നും ആലോചിക്കുന്നില്ല. നേരെ പോയിട്ട് അവൾ കളയാൻ വേണ്ടി ആ ട്രാഷിലിട്ടിരുന്ന ആ ഒരു 406 ഫോൺ അവൾ തിരിച്ചെടുക്കുകയാണ് കേട്ടോ. ഹോങ്ങിനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവളെ റീപ്ലേസ് ചെയ്യുന്ന ഇവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവൾ പെട്ടെന്ന് ഫോൺ തിരിച്ചെടുക്കുകയാണ്. ഡിവോഴ്സിൻ്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നായുരി ആണെങ്കിൽ അവളുടെ ഫോണിൽ ഒരു 3 മിനിറ്റിൻ്റെ ടൈമറൊക്കെ വെച്ചിട്ട് കോഫി കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇപ്പം തന്നെ കോൾ വരും എന്നൊക്കെ അവളിങ്ങനെ വിചാരിച്ചിരിക്കുന്ന അതേ ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബേക്സിയോൻ്റെ കോൾ വരികയാണ്. അവളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ് കേട്ടോ. ബേക്സിയോൺ ആണെങ്കിൽ ജിസാങ്വോനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവളെ വിളിക്കുന്നത്. എന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട്, ഓൾറെഡി എന്നോട് അന്ന് പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ജിസാങ്വോനെ കുറിച്ച് നിനക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. മറുപടിയായിട്ട് നായുരി പറയുന്നുണ്ട്, HBCയുടെ അടുത്താണ് അവൻ താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ച് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇവൾ ആലോചിച്ചിട്ട് അവനൊരു ഓർഫനേജിലാണ് വളർന്നതെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയ്യോ ഒന്നുമില്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ബേക്സിയോൺ അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നൂറി ഡ്രീം സെൻറ്റർ ആണോ ആ ഓർഫനേജ് എന്ന്. അതിൻ്റെ മുമ്പത്തെ പേര് സിനിൽ ചൈൽഡ് കെയർ സെൻറ്റർ എന്നായിരുന്നു, അതല്ലേ ചോദിക്കുകയാണ്. മുൻപ് ഇവൻ ഹീജുവിൻ്റെ ഫോണിൽ നോക്കിയപ്പോൾ കണ്ടിരുന്ന ഒരു ഫോട്ടോയിൽ നമ്മുടെ ജിസാങ്വും ഹീജും ഒരുമിച്ച് ഈ നൂറി ഡ്രീം സെൻറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവന് ക്ലിക്കായത്. നായുരി പറയുന്നുണ്ട്, അപ്പോഴേക്കും അവൻ്റെ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഒക്കെ നടത്തിയെന്ന് ചോദിക്കുകയാണ്. അധികം സംസാരിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇവൻ പെട്ടെന്ന് തന്നെ ബായ് പറഞ്ഞിട്ട് കോൾ കട്ടാക്കുകയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് കട്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 406 വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നായുരിയായിട്ട് കഴിഞ്ഞ കോളിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ 406 കോൾ ചെയ്യുകയാണ്. എന്നിട്ട് 406 നമ്മുടെ ബേക്സിയോനോട് പറയുന്നുണ്ട്, ഹീജുവിന് എന്തായാലും ഡിവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഹോങ് ഈന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും, അതിനൊന്നും നിൽക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ബേക്സിയോൺ പറയുന്നുണ്ട്, ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ 406ന് എല്ലാ കാര്യങ്ങളും അറിയില്ലാലേ എന്ന് ബേക്സിയോൺ ചോദിച്ചിട്ട് ഒരു കാര്യം കൂടി അവൻ പറയാണ്. അതായത് ഹോങ് ഈന വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസം ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്തത് ഇവനെ ആയിരുന്നു. മാത്രമല്ല ഹോങ് ഈനയായിട്ട് ഒരു ഡീലും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോങ് ഈനയ്ക്ക് ഒരിക്കലും ഇവൻ്റെ വൈഫ് ആവാൻ പറ്റില്ല. ഇനി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തെങ്കിലും നിൻ്റെ ഉണ്ടോ ചോദിക്കാനോട്ടോ ഇവനാണെങ്കിൽ കോളിൽ സംസാരിച്ചിട്ട് ഇവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കയറി വരുന്നത്. അപ്പോൾ ഇവള് പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്ന വോയിസ് കേൾക്കുമ്പോൾ ആ കോള് കട്ടാക്കുകയാണ്. എന്നിട്ട് കുടിച്ചുകൊണ്ടിരുന്ന വൈനൊക്കെ അവിടുത്തെ സിങ്കിൽ ഒഴിച്ച് കളയാണ്.
ബേക്സിയോൺ വന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതുവരെ ഉറങ്ങിയില്ല, ഞാൻ വിചാരിച്ചു നിന്റെ സ്ട്രെസ് കാരണം ഇന്ന് ചിലപ്പോൾ നേരത്തെ ഉറങ്ങിക്കാണെന്നാണ് വിചാരിച്ചത്, ഉറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, ശരിക്കും നീ നന്നായിട്ടൊന്ന് ചെയ്തു, നിന്നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇന്നലെ സംസാരിച്ചതിന് സോറി പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് അവളോട്, നാളെ നടക്കുന്ന ചങ്വൂൺ ഡെയിലി ന്യൂസിൻ്റെ ആനിവേഴ്സറി ഇവൻറ്റിൽ ഞാനും പങ്കെടുക്കുന്നുണ്ടെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് നിന്ന് പോവുകയാണ് കേട്ടോ അവൻ്റെ റൂമിലേക്ക്. നെക്സ്റ്റ് സീനിൽ 2 മദർ ഇൻ ലോസിനെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരാളാണെങ്കിൽ, അതായത് നമ്മുടെ ബേക്സിയോൻ്റെ അമ്മയാണെങ്കിൽ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഹെയറൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നമ്മുടെ ഹീജുവിൻ്റെ അമ്മ കയറി വരുന്നത് കേട്ടോ. രണ്ടുപേരും പരസ്പരം പുച്ഛത്തോടെയും ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് സംസാരിക്കുന്നത്. ലാസ്റ്റ് ബേക്സിയോൻ്റെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ ആനിവേഴ്സറി ഇവൻ്റാണ്. ഈ ചങ്വൂൺ ഡെയിലി ന്യൂസിൻ്റെ 70ാമത്തെ വർഷമാണ് കേട്ടോ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതെ കേക്ക് കട്ടിങ് സെറിമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേക്സിയോൻ്റെ പാരൻസും ഹീജുവിൻ്റെ പാരൻസും കൂടി സംസാരിക്കുകയാണ്. ഹീജുവിൻ്റെ അച്ഛനെ ബേക്സിയോൻ്റെ അച്ഛനും അമ്മയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഹീജുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നത്, ബേക്സിയോൻ ഇവിടെ വന്നിട്ടില്ലേ എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ക്യാമ്പയിനിൽ നിങ്ങളുടെ മകനും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ആവില്ലേ എന്ന് പറയാണ്. അപ്പോൾ ബേക്സിയോൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അവന് തീരെ താല്പര്യമില്ല, അവൻ്റെ അംബീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാത്രമല്ല അവൻ്റെ കരിയർ എൻഡ് ചെയ്തിട്ട് ഈ ക്യാമ്പയിനിലേക്ക് വരാനൊന്നും അവന് തീരെ താല്പര്യമില്ല, എന്നാലും എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ മാക്സിമം അവനൊന്ന് പ്രഷർ ചെയ്ത് നോക്കും, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് ഇങ്ങേര് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അതെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹീജുവും ഈ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് കേട്ടോ. ഹീജു ലെഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ അവളുടെ അമ്മേനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ഇവളുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഒരു റൂമിലേക്ക് ഇവളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ വേറൊരു ലിഫ്റ്റിൽ നമ്മുടെ ബേക്സിയോണും അവിടേക്ക് വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഹീജുവിനെ കൊണ്ടൊരു റൂമിൽ കയറിയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ മാറ്റിയ കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്, ആരാ മാറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഹീജു പറയുന്നുണ്ട്, അത് നിങ്ങളുടെ സണ്ണിലോ ആണ് മാറ്റിയത് അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ, അപ്പോൾ എന്നോട് ചോദിക്കേണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അവൻ അറിഞ്ഞോ നിൻ്റെ അച്ഛൻ്റെ കാര്യം, നിൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ വരെ അവൻ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ അച്ഛൻ്റെ കാര്യം അവൻ അറിയാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൾ വഴക്ക് പറയുകയാണ്. അപ്പോൾ ഹീജു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ മാറ്റിയെന്ന് മാത്രം അമ്മ എന്താ അന്വേഷിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എന്തായാലും ഇനിയിപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് ഞാൻ ചെയ്യണ്ടല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ ഇട്ടിരുന്ന ഒരു വൈറ്റ് ഷർട്ട് അമ്മ വലിച്ചൂരുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാണാൻ ഭംഗി എന്ന് പറയുകയാണ്, ദിസ് ഈസ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ ഇവിടുത്തെ ഒരു വാഷ്റൂമിൽ 2 ഗേൾസ് തമ്മിൽ സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോങ് ഈനയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ പബ്ലിക്കലി അവൾ എവിടേക്കും വന്നിട്ടില്ല. ഫ്യൂച്ചർ പ്രസിഡൻറ്റിൻ്റെ ഡോട്ടർ ഇൻ ലോ ആണ്, അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ആൾ തന്നെയാണ്, അങ്ങനെ എല്ലായിടത്തേക്കൊന്നും കയറി വരാനൊന്നും പറ്റില്ലല്ലോ എന്നും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ സിസ്റ്റർ ഹീജു വന്നിട്ടുണ്ട് ഇവിടെ, അവളാണെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കറാണ്, എല്ലായിടത്തും ഉണ്ടാവും, ഹോങ്ങീനെ എവിടെയൊക്കെ ഉണ്ടോ അവളുടെ ഒരു ഷാഡോ പോലെ ഹോങ് ഹീജു ഉണ്ടാവും. ശരിക്കൊരു ക്രീപ്പർ ചെടി പോലെയാണ് ഹോങ് ഹീജു എന്ന് പറയുകയാണ്. അവരാണെങ്കിൽ അവരുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വാഷ്റൂമിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹോങ് ഹീജു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഹോങ് ഹീജു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ബേക്സിയോൺ 2 ഗേൾസുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഗേൾസ് തന്നെയാണ് നേരത്തെ നമ്മുടെ ഹോങ് ഹീജുവിൻ്റെ വാഷ്റൂമിൽ കുറ്റം പറഞ്ഞത്. ഹീജു ആണെങ്കിൽ റൂഫ് ടോപ്പിൽ പോയിരിക്കുകയാണ്, കുറച്ച് നേരം അവിടെ ഇരുന്ന് വൈനൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. 406 മൊബൈലിൽ നിന്ന് കോൾ ചെയ്യാനുള്ള ടൈം ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ കണ്ടിന്യൂസ് ആയിട്ട് അവനെ കോൾ ചെയ്ത് നോക്കുകയാണ്. ആദ്യമൊന്നും അവൻ എടുക്കുന്നില്ല, എങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവൻ കോൾ പിക്ക് ചെയ്യാന്ന് കേട്ടോ. ഹീജു ആണെങ്കിൽ സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിൻ്റെ മേലെയൊക്കെ കയറി നിൽക്കുകയാണ്. ഹീജു എന്നിട്ട് അവളെക്കുറിച്ച് തന്നെ കുറേ നെഗറ്റീവ്സ് നമ്മുടെ ബേക്സിയോണിനോട് പറയാണ്. അതായത് നിൻ്റെ ഫിയാൻസെ, അതായത് ഹോങ് ഈനെയായിരുന്നു നിനക്ക് ബെറ്റർ, നിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് തീരെ സോഷ്യൽ സ്കിൽസ് ഇല്ല, ഫുൾ ടൈം അവൾ ഗ്ലൂമിയാണ്, മാത്രമല്ല ഒരു സപ്ലിമെൻ്ററി ഐറ്റം പോലെയാണ് അവളെന്ന് പറയാണ്. നിൻ്റെ വൈഫിന് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവൾക്ക് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം, ക്യാഷ് കണ്ടാൽ പിന്നെ അവൾ അവിടെ നിന്ന് പോവുകയില്ല എന്ന് പറയാണ്. ഒക്കെ കേട്ടിട്ട് നമ്മുടെ ബേക്സിയോൺ പറയുന്നുണ്ട്, നീ പറയുന്ന പോലെയൊന്നും അല്ല എൻ്റെ വൈഫ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്. പണ്ടൊരിക്കൽ എനിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ, ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് തീരെ ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. പക്ഷേ ഹീജു ഭയങ്കര ക്വയറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഈസി ആയിട്ട് ബ്രെത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു അവളുടെ അടുത്ത്. പിന്നെ നീ പറഞ്ഞ പോലെ അവൾ ഒരു സപ്ലിമെൻ്ററി ഒന്നുമല്ല, അവളൊരു ബ്രാൻഡ് ന്യൂ ലാംഗ്വേജ് ആണെന്ന് പറയണം. എന്തോരം ഹാർഡ് വർക്കിലൂടെ അവൾ ഇന്നത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം, പബ്ലിക്കിന് പക്ഷെ അറിയില്ല. എൻ്റെ വൈഫിനെ കുറിച്ച് ഇങ്ങനെ ഇനി എന്നോട് സംസാരിക്കരുത് എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ 406 ആണെങ്കിൽ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രമാത്രമൊക്കെ അഭിപ്രായം അവളെക്കുറിച്ചുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവളെ ഇൻവിസിബിളായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പബ്ലിക്കിനോട് നിങ്ങളാണ് യഥാർത്ഥ കപ്പിൾ എന്ന് അറിയിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് റൂഫ് ടോപ്പിൻ്റെ ഡോറ് തുറന്നിട്ട് നമ്മുടെ ബേക്സിയോൺ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ബേക്സിയോൺ ഫോണിലൂടെ സംസാരിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ അവൻ റൂഫ് ടോപ്പിലെത്തി. ഡോർ ഓപ്പൺ ആവുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് ഇവളും അവൻ വരുന്ന കാണുന്നത് കേട്ടോ.
അങ്ങനെ ദേ രണ്ടുപേരും പരസ്പരം കാണുകയാണ് കേട്ടോ ഫോൺ പിടിച്ചു നിൽക്കുന്നത് ഈ റൂഫിൻ്റെ മേലെ. നെക്സ്റ്റ് സീനിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇവനാണെങ്കിൽ ഓൾറെഡി ഈ പോലീസുകാരുടെ അടുത്ത് മീറ്റ് ചെയ്തിരുന്നു. ഇവൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പേഴ്സണലി ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. അവൻ അതുപോലെ ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഈ പോലീസുമായിട്ട്. അപ്പോൾ ഈ പോലീസുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വൈഫ് ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബേക്സിയോൺ പറയുന്നത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോൾ ഈ പോലീസ് പറയാണ് ശരിക്കും നിങ്ങളുടെ വൈഫ് അന്ന് നന്നായിട്ട് പേടിച്ചിരുന്നു, ഭയങ്കര ഷോക്കിലായിരുന്നു, അവർക്ക് പാനിക് അറ്റാക്ക് എങ്ങാനും ആണോ എന്ന് വരെ ഞാൻ പേടിച്ചു പോയി, പിന്നെ അവർ ഉറക്ക ഓളിയിട്ടു, അതുകൊണ്ടാണ് കാറ് പെട്ടെന്ന് തന്നെ സൈഡാക്കിയത് എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബേക്സിയോൺ പെട്ടെന്ന് അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോലീസ് വീണ്ടും പറയുന്നത് അല്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു അന്ന്, അല്ല അതിന് ശേഷം നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ബേക്സിയോൺ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഈ പോലീസുകാരുടെ ഡാഷ് ക്യാമിലത്തെ ഒരു വീഡിയോ ഇവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബേക്സിയോൺ അവൻ്റെ കാറിലിരുന്നിട്ട്. അപ്പോൾ അതിൽ ശരിക്കും അവൾ കിടന്ന് സ്ക്രീം ചെയ്യുന്നുണ്ട്, ഓളിയിടുന്നുണ്ട് നന്നായിട്ട്. ഡോർ തുറക്കുക എന്നെ പുറത്തേക്ക് ഇറക്കുക എന്നൊക്കെ പറയുന്നത് ഇവന് ക്ലിയർ ആയിട്ട് കേൾക്കാം ഈ ഒരു ഫുട്ടേജിൽ. നേരത്തെ പോലീസ് ഓഫീസേഴ്സ് ഇവള് സ്ക്രീം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇവന് തീരെ വിശ്വാസമായില്ല. എൻ്റെ വൈഫ് സ്ക്രീം ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഫുട്ടേജ് കണ്ടോടുകൂടി അവൻ ഷോക്കാവുകയാണ്. അങ്ങനെ ദേ ഈ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന നമ്മുടെ നായകനെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.